ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസൻറ്റേഷൻ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ചർച്ച ആരംഭിക്കുന്നത്. പാർട്ട് 4 ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1 മുതൽ 3 വരെയുള്ള പാർട്ടുകളിൽ നമ്മൾ കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ മീനിങ് മുതൽ ഏറ്റവും അവസാനത്തിൽ വ്യത്യസ്ത അക്കൗണ്ടിങ് ബോഡികളെക്കുറിച്ചും അതുപോലെ തന്നെ വ്യത്യസ്ത സ്റ്റാൻഡേർഡുകളെക്കുറിച്ചും ആ സ്റ്റാൻഡേർഡുകളുടെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അവസാനത്തെ പാർട്ടിൽ അഥവാ പാർട്ട് 4 കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസൻറ്റേഷൻ എന്ന ഭാഗമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഥവാ അവിടെ ഫിനാൻഷ്യൽ എലമെൻറ്റുകൾ ഒരുപാട് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ധാരാളം ഫിനാൻഷ്യൽ എലമെൻറ്റുകൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തു. വ്യത്യസ്ത അസറ്റുകളുണ്ട്, ലയബിലിറ്റികളുണ്ട്, ഇൻകംസുകളുണ്ട്, എക്സ്പെൻസുകളുണ്ട്, ഒപ്പം തന്നെ ഇക്വിറ്റികളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത എലമെൻറ്റുകൾ നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പാർട്ട് 3 പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തുന്ന എലമെൻറ്റുകൾ അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ ഇവിടെ പ്രധാനപ്പെട്ട് ആദ്യം ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെ പ്രോസസ്സുകളാണ് അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈക്കൊള്ളേണ്ടത് എന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പിന്നീട് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്ക്ലോഷർ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്ക്ലോഷറിനെ കുറിച്ചാണ്, ഓരോ ഐറ്റംസുകളും എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് കൃത്യമായിട്ട് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മൾ IFRS അഡോപ്ഷൻ അഥവാ കൺവേർജൻസ് ഓഫ് IFRS എന്ന് പറയും. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ അഡോപ്ഷനെ കുറിച്ചിട്ടാണ്. അഥവാ അത് നമ്മളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അഥവാ ഇന്ത്യൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അത് അഡോപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സിംപ്ലി പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിനെ ഇന്ത്യയിൽ എങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ IFRS അഡോപ്ഷൻ്റെ നീഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതും ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഇന്ത്യയിൽ അത് അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളവിടെ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിനെ കുറിച്ച് നമ്മൾ ഈ പാർട്ടിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് INDAS എന്നാണ് പറയുക. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് അവിടെ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനറൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും നേരത്തെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള ജനറൽ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ പാർട്ടിൻ്റെ അവസാനത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഈ ഒരു കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ പഠനാർഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും +1 മുതൽ PG വരെയുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു ചാനൽ വളരെ ഉപകാരപ്രദമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇന്നത്തെ ക്ലാസ്സിൻ്റെ മൊത്തം വിവരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോട്ട്സോടുകൂടി കാണാവുന്നതാണ്. കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന നമ്മുടെ IFRSനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 5ാമത്തെയും അവസാനത്തെയും പാർട്ടാണ് നമ്മൾ ഇപ്പോൾ ചർച്ചയ്ക്കെടുത്തത്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രസൻറ്റ് ചെയ്യുന്നതിലെ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. അഥവാ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. വൈൽ പ്രസൻറ്റിംഗ് ദ ഇൻഫോർമേഷൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ദ ഫോളോവിങ് പ്രിൻസിപ്പിൾസ് ഷുഡ് ബി ഒബ്സർവ്ഡ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്നത് പ്രകാരമുള്ള പ്രിൻസിപ്പിൾസുകൾ ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഫെയർ പ്രസൻറ്റേഷൻ ആൻഡ് കംപ്ലയൻസ് വിത്ത് IFRS. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫെയർ പ്രസൻറ്റേഷൻ ആവണം. അതുപോലെ തന്നെ
കംപ്ലൈൻസ് വിത്ത് IFRS ചേർന്ന് നിൽക്കുന്ന പൊരുത്തപ്പെടുന്നതുമായിരിക്കണം എന്നുള്ളതാണ്. സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ ആയിരിക്കണം അതിൽ വരേണ്ടത്. അതുപോലെ തന്നെ IFRS പൊരുത്തപ്പെടുന്ന വിവരങ്ങളായിരിക്കണം അതിലുണ്ടാവേണ്ടത്. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് പ്രസൻറ്റ് ഫെയർലി, കൃത്യമായിട്ട് ഫെയറായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. ദെൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ, ദെൻ ഫിനാൻഷ്യൽ പെർഫോമൻസ്, ക്യാഷ് ഫ്ലോസ് ഓഫ് ആൻ എൻറ്റിറ്റി. ദെൻ അഥവാ ഒരു ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസുകളും ഒപ്പം തന്നെ സ്ഥാപനത്തിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള ക്യാഷ് ഫ്ലോസുകളും കൃത്യമായിട്ട് നമ്മൾ ഫെയർ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ദെൻ ഒപ്പം ഫെയർ പ്രസൻറ്റേഷൻ റിക്വയേഴ്സ് ദ ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എഫക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാവണം അതിലുണ്ടാവേണ്ടത്. ദെൻ ട്രാൻസാക്ഷൻസുകളാണെങ്കിലും അതർ ഇവൻസുകളാണെങ്കിലും ദെൻ ആൻഡ് കണ്ടീഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഡെഫിനിഷൻസ് ആൻഡ് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസസ് സെറ്റ് ഔട്ട് ദി ഫ്രെയിം വർക്ക്. അഥവാ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫ്രെയിം വർക്ക് പ്രകാരം ആവണം ഈ പറയപ്പെടുന്ന അസറ്റുകളും ലയബിലിറ്റികളും ഇൻകംസുകളും എക്സ്പെൻസുകളും ഒക്കെ ഉണ്ടാവേണ്ടത്. അത് പ്രകാരമുള്ള കണ്ടീഷൻസ് ആവണം, അത് പ്രകാരമുള്ള ഇവൻസുകളാവണം ഈ ഒരു IFRSൻ്റെ പരിധിയിലൂടെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പം വരേണ്ടത്. ദെൻ രണ്ടാമത്തേത് കൺസിസ്റ്റൻസി ഓഫ് പ്രസൻറ്റേഷൻ. ദ പ്രസൻറ്റേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഐറ്റംസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷാൾ ബി റീറ്റെയിൻഡ് ഫ്രം വൺ പീരീഡ് ടു ദ നെക്സ്റ്റ് period. Then unless a change is justified either by a change in circumstances, a requirements of a new IFRS. അഥവാ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം മറ്റു ചേഞ്ചുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷാൾ ബി റീറ്റെയിൻഡ് ഫ്രം വൺ പീരീഡ് ടു ദ നെക്സ്റ്റ് പീരീഡ്. കഴിഞ്ഞ പീരീഡിൽ വന്നതുപോലെ തന്നെ, കഴിഞ്ഞ പീരീഡിൽ ചെയ്തതുപോലെ തന്നെ അതുമായി കണക്ട് ചെയ്തിട്ടാണ് അടുത്ത ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് വരേണ്ടത്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു പിന്തുടർച്ച ഉണ്ടാവുക, തുടർച്ച ഉണ്ടാകുക, യോജിപ്പുണ്ടാവുക എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് പുതിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് പ്രകാരം IFRS പ്രകാരം നമ്മൾ പ്രീവിയസ് ഇയറിലെ എമൗണ്ടും കാണിക്കുന്നുണ്ട്, ഒപ്പം തന്നെ കറണ്ട് ഇയറിലെ എമൗണ്ടും കാണിക്കുന്നുണ്ട്. ഒരേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ രണ്ട് എമൗണ്ടുകളും കാണിക്കുന്നുണ്ട്. അത് ആ തുടർച്ച ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. ദെൻ അടുത്തത് ഓഫ്സെറ്റിംഗ് ആണ്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഇൻകംസ് and expenses may not be offset unless required or permitted by an IFRS. അതായത് അസറ്റുകളും ലയബിലിറ്റീസുകളും ഇൻകംസുകളും എക്സ്പെൻസുകളും മെ നോട്ട് ബി ഓഫ്സെറ്റ്. അതൊരിക്കലും നമ്മൾ കൂടിക്കലർത്താൻ പാടില്ല, കൂട്ടിയോജിപ്പിക്കാൻ പാടില്ല. അൺലെസ് റിക്വയേർഡ് ഓർ പെർമിറ്റഡ് ബൈ ആൻ IFRS പെർമിറ്റ് ചെയ്തിരിക്കുന്ന, റിക്വയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ IFRSൻ്റെ പെർമിഷൻ ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കല്ലാതെ അസറ്റുകൾ, ലയബിലിറ്റികൾ, ഇൻകംസുകൾ ആൻഡ് എക്സ്പെൻസുകളൊന്നും പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ അടുത്തത് കമ്പാരേറ്റീവ് ഇൻഫോർമേഷൻ, നാലാമത്തേത്. Then IFRS requires that comparative information should be presented and disclosed in respect of the previous period for all amount reported in the financial statements. ദെൻ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പാരേറ്റീവ് ഇൻഫോർമേഷൻ ആവണം. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം എത്രയാണോ സംഭവിച്ചത് അതേപോലെ തന്നെ തൊട്ടടുത്ത വർഷവും അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് വിവരങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നമുക്ക് എത്രയാണ്, അത് ഓരോ ഇൻകംസുകളാണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും അസറ്റ് ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും ഒക്കെ കഴിഞ്ഞ വർഷം എത്രയാണോ ഉണ്ടായതെന്നുള്ള വിവരം അവിടെ കമ്പാരിറ്റീവ് ആവണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ നമ്മൾ പ്രീവിയസ് ഇയറിലെ ഡാറ്റയും കറണ്ട് ഇയറിലെ ഡാറ്റയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതും എല്ലാ കമ്പനികളും, ലോകത്തുള്ള മുഴുവൻ കമ്പനികളും ഒരേ ഫോർമാറ്റിലാണ് ചെയ്യുന്നത് എന്നുള്ളതും ഈ ഒരു കമ്പാരേറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് സാധ്യമാക്കുന്നുണ്ട്. ബോത്ത് ഓൺ ദ ഫേസ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഇൻ ദ നോട്ട്സ് അൺലെസ് അനദർ സ്റ്റാൻഡേർഡ്സ് റിക്വയർ അതർവൈസ്. അഥവാ നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ, ഫേസിലെന്ന് ഉദ്ദേശിച്ചത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ടിലും അതുപോലെ തന്നെ അതിൻ്റെ എൻഡിലും മറ്റു കാര്യങ്ങളൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ എൻഡിലും നമ്മൾ ഇങ്ങനെയുള്ള കമ്പാരേറ്റീവ് ഇൻഫോർമേഷൻസ് അതിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുമ്പോൾ ആ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കമ്പാരേറ്റീവ് ഇൻഫോർമേഷൻസുകൾ ഓരോ വർഷവും എങ്ങനെയാണ്, എത്രത്തോളമാണ് അതിൻ്റെ വരുമാനം ഉണ്ടായത്, വരുമാനത്തിലുണ്ടാകുന്ന ചേഞ്ചസുകൾ, അസറ്റിൽ ലയബിലിറ്റി ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം എന്നർത്ഥം. ഈ കമ്പാരേറ്റീവ് ഇൻഫോർമേഷൻ അതിലുണ്ടാവണം.
ദെൻ അഞ്ചാമത്തേത് സ്ട്രക്ചർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാലൻസ് ഷീറ്റാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് കറണ്ട് ആൻഡ് നോൺ കറണ്ട്. അസറ്റുകളും ലയബിലിറ്റികളൊക്കെ കൃത്യമായിട്ട് കറണ്ട് നോൺ കറണ്ട് എന്നുള്ള രൂപത്തിൽ തന്നെ ക്ലാസിഫൈ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ ആറാമത്തേത് ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ദെൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ഫോർമാറ്റ് അവിടെ തന്നെ പറയുന്നുണ്ട്. ദെൻ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഡസ് നോട്ട് പ്രിസ്ക്രൈബ് ദ ഫോർമാറ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദെൻ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അഥവാ നമ്മളിപ്പോൾ പറയുന്ന IFRS, ഈ IFRSൽ ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായ ഫോർമാറ്റ് പറയുന്നില്ല. എന്ന് വെച്ചാൽ സ്ട്രക്ചറുകൾ പറയുന്നുണ്ടെന്നല്ലാതെ ഫോർമാറ്റുകൾ പറയുന്നില്ല. അതിനർത്ഥം അസറ്റ്സ് ക്യാൻ ബി പ്രസൻറ്റഡ് ആസ് കറണ്ട് ദെൻ നോൺ കറണ്ട് ഓർ വൈസ് വേഴ്സ. അങ്ങനെ പ്രസൻറ്റ് ചെയ്യാം. അസറ്റുകൾ കറണ്ട് നോൺ കറണ്ട് എന്നുള്ള രൂപത്തിൽ ചെയ്യാം. ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി ക്യാൻ ബി പ്രസൻറ്റഡ് ആസ് കറണ്ട് ദെൻ നോൺ കറണ്ട് ദെൻ ഇക്വിറ്റി ഓർ വൈസ് വേഴ്സ. കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി നോൺ കറണ്ട് ലയബിലിറ്റി ദെൻ ഇക്വിറ്റി അങ്ങനെ വേണമെങ്കിലൊക്കെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ദെൻ എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇന്ന ഫോർമാറ്റിൽ ചെയ്യണമെന്ന് അവിടെ പറയുന്നില്ല. ആദ്യം നമുക്ക് അസറ്റ് വേണമെങ്കിൽ തയ്യാറാക്കാം, പിന്നീട് ലയബിലിറ്റി ആവാം. ദെൻ ആദ്യം ലയബിലിറ്റി വേണമെങ്കിൽ തയ്യാറാക്കാം, പിന്നീട് അസറ്റ് ആവാം. അങ്ങനെ ഇന്ന ഫോർമാറ്റ് തന്നെ ചെയ്യണം നിർബന്ധമില്ല. രണ്ട് വേണമെങ്കിലും ആദ്യം എടുത്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുഖേനയാണ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. ദെൻ ഏഴാമത്തേത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ ഓഫ് ഇൻകം ലെസ് എക്സ്പെൻസസ്. ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുകയാണ്. എക്സ്ക്ലൂഡിങ് ദ കോമ്പോണൻസ് ഓഫ് ദി അതർ കോംപ്രഹെൻസീവ് ഇൻകം. അതർ കോംപ്രഹെൻസീവ് ഇൻകം നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ചർച്ച ചെയ്തെടുത്ത് പറഞ്ഞതാണ് അതർ കോംപ്രഹെൻസീവ് ഇൻകംസുകളൊക്കെ. ദെൻ ഈ ഇൻകംസുകൾ ഒഴികെയുള്ള മറ്റു കാര്യങ്ങളാണ് ഈ ഒരു പ്രോഫിറ്റ് കാൽക്കുലേഷൻ്റെ പരിധിയിലേക്ക് വരുന്നത്. ദെൻ എട്ടാമത്തേത് choice in presentation and the basic requirements. Then an entity has a choice of presenting. ഏത് സ്ഥാപനത്തിനും ഒരു ചോയ്സ് ഓഫ് പ്രസൻറ്റേഷൻ ഉണ്ടാവും. അത് നമുക്ക് ഫോളോ ചെയ്യാമെന്നുള്ളതാണ്. എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം വിത്ത് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം റെപ്രസെൻ്റ് ഒക്കെ പോലത്തെ. ദെൻ ഓർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്, എ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഏത് കമ്പനിക്ക് വേണമെങ്കിലും ഒരു ചോയ്സ് ഓഫ് പ്രസൻറ്റേഷൻ തിരഞ്ഞെടുക്കാം. ദെൻ അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒന്നിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ദെൻ അതിൽ ഒരു ഭാഗത്ത് പ്രോഫിറ്റ് ലോസും ഒരു ഭാഗത്ത് കോംപ്രഹെൻസീവ് ഇൻകം എന്നുള്ള രൂപത്തിലും ആവാം. അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് വേണമെങ്കിലും തയ്യാറാക്കാം എന്നുള്ളതാണ് അവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ദ ഫോളോയിങ് മിനിമം ലൈൻ ഐറ്റംസ് മസ്റ്റ് ബി പ്രസൻറ്റഡ് ഇൻ ദി പ്രോഫിറ്റ് ഓർ ലോസ് സെക്ഷൻ. പ്രോഫിറ്റ് ഓർ ലോസ് സെക്ഷനിൽ മിനിമം ഈ പറയുന്ന ഐറ്റംസുകൾ ഉണ്ടാവണം. ദാറ്റ് ഈസ് റവന്യൂ, ഗെയിൻസ് ആൻഡ് ലോസ് ആൻഡ് എക്സ്പെൻസസ്. റവന്യൂ ഉണ്ടാവണം, ഗെയിൻ ഉണ്ടാവണം, ലോസ് ഉണ്ടാവണം, എക്സ്പെൻസ് ഉണ്ടാവണം. ഇത് നിർബന്ധമായിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് സെക്ഷൻസിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഓർ ലോസ് സെക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വായിക്കണം. ദെൻ ഒൻപതാമത്തേത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അടുത്ത 9ാമത്തെ പ്രിൻസിപ്പിളാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ദെൻ IFRS 1 റിക്വയർസ് ആൻ എൻറ്റിറ്റി ടു പ്രസൻറ്റ് എ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കേണ്ട ബാധ്യതകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വിശകലനം ചെയ്തിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അഥവാ ബാലൻസ് ഷീറ്റിൻ്റെയും കൂടെ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ഒരു സാധനമാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇത് ഉണ്ടാവൽ നിർബന്ധമാണ്. ദെൻ IFRS 1 പ്രകാരമാണ് അത് പറയുന്നത്. ദ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ഷോസ് ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം ഫോർ ദ പീരീഡ് ഷോയിങ് സെപ്പറേറ്റ്ലി എമൗണ്ട് attributable to owners of the parent and to non controlling interest etc. അവിടെ പാരൻറ്റ് നോൺ കൺട്രോളിങ് പറഞ്ഞത് ഈ കമ്പനി വ്യത്യസ്ത ബ്രാഞ്ചുകളായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ പാരൻറ്റ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയൊക്കെ ഉണ്ടാവും. ദെൻ ഇവർക്കുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസുകൾ അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. 10ാമത്തേത് നോട്ട്സ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ദെൻ അതിന് താഴെ നമ്മൾ നോട്ട്സുകൾ ഒപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് പോവാറുണ്ട്. ദെൻ ദ നോട്ട്സ് മസ്റ്റ്
നോട്ട്സ് നിർബന്ധമാണ് ഇവിടെ. ദെൻ പ്രസൻറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ബേസിസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ സ്പെസിഫിക് അക്കൗണ്ടിങ് പോളിസീസ് യൂസ്ഡ് ടു ഡിസ്ക്ലോസ് എനി ഇൻഫോർമേഷൻ റിക്വയർഡ് ബൈ IFRS ദാറ്റ് ഈസ് നോട്ട് പ്രസൻറ്റഡ് എൽസ്വെയർ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വേറെ എവിടെയും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നോട്ട്സിൽ നമ്മൾ നിർബന്ധമായിട്ടും അത് പ്രതിപാദിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു എമൗണ്ട്, ഉദാഹരണം നമ്മൾ എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു ഹെഡ് എടുക്കുന്നു. ആ ഹെഡിൽ നമ്മൾ ജസ്റ്റ് സാലറി മാത്രമുള്ളെങ്കിൽ നമ്മൾ ആ സാലറി എന്ന് പറയുന്നത് അവിടെ തന്നെ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ബ്രാക്കറ്റിലിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നോട്ട്സ് നിർബന്ധമില്ല. പക്ഷേ അങ്ങനെ പ്രത്യേക സ്ഥലത്ത് എന്തും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ദെൻ പ്രസൻറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ബേസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ ഹെഡുകളും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ താഴെ നോട്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ആകെത്തുക. Then and provide additional information that is not presented elsewhere in the financial statements but then is relevant to an understanding of any of them and are presented in systematic manner. എന്ന് വെച്ചാൽ അവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം then additional informationsകളും നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. നോട്ട് പ്രസൻറ്റഡ് എൽസ്വെയർ, വേറെ എവിടെയും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലാണ് അവിടെ അത് കൊടുക്കേണ്ടത്. then but is relevant to an അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എനിതും, ദെൻ എല്ലാവർക്കും അത് മനസ്സിലാകുന്ന രൂപത്തിലാവണം. ആൻഡ് ആർ പ്രസൻറ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനറിൽ അത് കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടും കൂടെ തന്നെ അത് പ്രസൻറ്റ് ചെയ്യുകയും വേണം. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്ക്ലോഷർ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസൻറ്റേഷൻ ആണ്, ഇവിടെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്ക്ലോഷർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ദെൻ ഒന്നാമത്തേത് മെറ്റീരിയാലിറ്റിയാണ്. മെറ്റീരിയാലിറ്റി ഉണ്ടാവണം. അക്കോർഡിംഗ് ടു ദിസ് convention, only the material or important fact about the business എന്ന് വായിക്കുക, business are to be disclosed ത്രൂ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. റെലവൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കോർ കണ്ടൻറ്റിനെയാണ് നമ്മൾ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. ദെൻ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ വേണം. ദെൻ ഓൾ അതർ അൺഇമ്പോർട്ടൻ്റ് ലെസ് ഇമ്പോർട്ടൻ്റ് ഷുഡ് എയ്തർ ബി ടോട്ടലി ഇഗ്നോർഡ്. ദെൻ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇഗ്നോർ ചെയ്യണം. എന്ന് വെച്ചാൽ അത്യാവശ്യമല്ലാത്ത അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദെൻ ലെസ് ഇമ്പോർട്ടൻ്റ് കുറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കി പ്രധാനമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ രേഖപ്പെടുത്തണം. ഓർ റെക്കോർഡ് ആസ് എ ഫുട് നോട്ട്, ദെൻ കൃത്യമായിട്ട് ഫുട് നോട്ടുകൾ നമ്മൾ രേഖപ്പെടുത്താം. ഓർ മെർജ്ഡ് വിത്ത് ഇമ്പോർട്ടൻ്റ് ഐറ്റംസ്, ദെൻ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ഐറ്റംസിലേക്ക് മെർജ് ചെയ്തിട്ടും എഴുതാവുന്നതാണ്. എന്ന് വെച്ചാൽ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വളരെ ചുരുക്കി വേണം എഴുതാൻ എന്നുള്ളതാണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സമ്മറൈസിങ് എന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റാണ്. വളരെ ചുരുക്കി എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ദെൻ പ്രസൻറ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് നമ്മൾ പറയുന്നത്. ദെൻ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് അങ്ങനെ ഒഴിവാക്കി തള്ളിക്കളയുക എന്നല്ല ഉദ്ദേശിച്ചത്, അത് ഇമ്പോർട്ടൻറ്റിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. ദെൻ സമ്മറി ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, എടുത്തു പറയുന്നത് സമ്മറിയെക്കുറിച്ച്. ദെൻ ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് കീ അസംഷൻസ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മളുടേതായ റിപ്പോർട്ടുകൾ അതിലുണ്ടാവണം. നേരത്തെ പറഞ്ഞു ഫേസിലോ എൻഡിലോ അത് കൃത്യമായിട്ട് അതിൻ്റെ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ അതിലുണ്ടാവണം എന്നുള്ളതാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജഡ്ജ്മെൻറ്റ്സുകളും നമ്മുടെ അസംഷൻസുകളും കൃത്യമായിട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവണം. ദെൻ an entity must disclose in the summary of significant accounting policies or other note. കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ് പോളിസികളെക്കുറിച്ചും മറ്റു നോട്ടുകളെക്കുറിച്ചും കൃത്യമായിട്ട് അവിടെ സമ്മറി കൊടുത്തിരിക്കണം ഓരോ സ്ഥാപനങ്ങളും എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്, ഷെയർ ക്യാപിറ്റലും റിസർവ്. ദെൻ റിഗാർഡിംഗ് ഇഷ്യൂസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ദ ഫോളോവിങ് ഡിസ്ക്ലോഷർ ആർ റിക്വയർഡ്. ദെൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം, റിക്വയർ ചെയ്യണം. നമ്പേഴ്സ് ഓഫ് ഷെയർ ഓതറൈസ്ഡ്, എത്ര ഷെയർ ആണ് ഉണ്ടാവേണ്ടത്. ദെൻ ഇഷ്യൂഡ് ഷെയർ, അതുപോലെ തന്നെ ഫുള്ളി പെയ്ഡപ്പ്, പാർട്ട്ലി പെയ്ഡപ്പ്, അരിയേഴ്സുകൾ, അഡ്വാൻസസുകൾ, ഇങ്ങനെ തുടങ്ങിയുള്ള ഷെയർ ക്യാപിറ്റൽ റിസർവുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ പ്രതിപാദിച്ചിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, വിശദീകരണം കൊടുത്തിരിക്കണം. അതാണ് ഡിസ്ക്ലോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നാലാമത്തെ ഡിവിഡൻസ് ആണ്. ഇൻ അഡീഷൻ ടു ദ ഡിസ്ട്രിബ്യൂഷൻസ് ഇൻഫോർമേഷൻ, ഡിവിഡൻഡ് എത്ര കൊടുത്തു എന്നുള്ള വിവരങ്ങൾക്കപ്പുറത്തേക്ക് ദെൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി ദെൻ ദ ഫോളോവിങ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ നോട്ട്സ്, കൃത്യമായിട്ടുണ്ടാവണം. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് ഡിവിഡൻസ് പ്രൊപ്പോസ്ഡ്, ഡിക്ലെയർഡ്, ദെൻ അതുപോലെ തന്നെ നേരത്തെ അത് എത്രയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്, ദെൻ എത്ര അത് കൊടുത്തു തീർത്തു, എത്ര കിട്ടി, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ ഉണ്ടാവണം. എന്ന് വെച്ചാൽ A to Z ഉള്ള വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടണം എന്നർത്ഥം. അതുമായി ബന്ധപ്പെട്ട് അഞ്ചാമത്തേത് ക്യാപിറ്റൽ ഡിസ്ക്ലോഷറാണ്. ക്യാപിറ്റലിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവണം. ആൻ എൻറ്റിറ്റി ഡിസ്ക്ലോസസ് ഇൻഫോർമേഷൻ അബൌട്ട് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രോസസ്സസ് ഓഫ് മാനേജിങ് ക്യാപിറ്റൽ മാനേജ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സുകൾ, അതുപോലെ തന്നെ പോളിസികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നിർബന്ധമായിട്ടും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ടു കംപ്ലൈ വിത്ത് ദിസ് ദ ഡിസ്ക്ലോഷർ ഇൻക്ലൂഡ്, പ്രധാനപ്പെട്ട് ഉണ്ടാവേണ്ടത് ക്വാളിറ്റി ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ദ എൻറ്റിറ്റീസ് ഒബ്ജക്റ്റീവ്, കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്, അതിൻ്റെ ഇൻഫോർമേഷൻസുകൾ, ദെൻ അതുപോലെ പോളിസീസ്, പ്രോസസ് ഓഫ് മാനേജിങ് ക്യാപിറ്റൽ ഇൻക്ലൂഡിങ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ക്യാപിറ്റലിൻ്റെ വിവരങ്ങൾ ഉണ്ടാവണം. ഇറ്റ് മാനേജേഴ്സ് നേച്ചർ ഓഫ് എക്സ്റ്റേണൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, ദെൻ പുറത്തുനിന്നുള്ള ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിലുണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ വിവരങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവണം. ദെൻ ആറാമത്തേത് അതർ ഇൻഫോർമേഷൻസുകൾ പറയുന്നു. ദ ഫോളോവിങ് അതർ നോട്ട് ഡിസ്ക്ലോസ് are required by IFRS if not disclosed elsewhere in the information published with the financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ, അതിൻ്റെ വിവരങ്ങളുടെ കൂടെ വേറെ എവിടെയും പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവണം അതർ ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞിട്ട്. ദെൻ ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും, ദെൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റു റിക്വയർമെൻറ്റ്സുകളും, അഡ്രസ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസുകൾ, ദെൻ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, ദെൻ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് എൻറ്റിറ്റീസ് ഓപ്പറേഷൻസ്, ദെൻ ആൻഡ് പ്രിൻസിപ്പൽ ആക്ടിവിറ്റീസ്, പ്രധാന ആക്ടിവിറ്റികളും മറ്റു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളും, ആ ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസും ഹെഡ് ഓഫീസുകൾ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെ അവിടെ ഉണ്ടാവണം. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് IFRS അഡോപ്ഷൻസ് അഥവാ IFRS കൺവേർജൻസ് എന്ന് പറയും. IFRS അഡോപ്ഷൻ എന്ന് സിംപ്ലി പറഞ്ഞാൽ നമ്മൾ IFRSനെ നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെ, അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ദെൻ കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ അത് അതിലേക്ക് ചേർത്ത് കൊണ്ടുവരിക, രണ്ടും ഒരേ മീനിങ്ങിൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ദെൻ IFRS അഡോപ്ഷൻ മീൻസ് അഡോപ്ഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിനെ ഇന്ത്യൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇവിടെ അഡോപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ IFRS കൺവേർജൻസ് മീൻസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എ കൺട്രി ദെൻ കൺവേർജ്ഡ് വിത്ത് IFRS. ഒരു രാജ്യത്തുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് IFRSുമായിട്ട് കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു മീനിങ് ആണ്. That in short, convergence means to achieve harmony with IFRS. IFRSുമായിട്ട് ഒരു ക്ലോസ് റിലേഷൻ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ IFRSുമായിട്ട് ക്ലോസ് കണക്ഷൻ ഉണ്ടാക്കുക, ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന മുഴുവൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും മുഴുവൻ അക്കൗണ്ടിങ് പ്രൊസീജിയറുകളും ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാവണം എന്നർത്ഥം. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൺവേർജ്ഡ് വിത്ത് IFRS ആർ നോൺ ആസ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ദെൻ IFRSുമായി കൺവേർജ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് INDAS എന്നാണ് പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. IAS എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ്. ദെൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന് INDAS എന്നാണ് പറയുന്നത്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ദെൻ ഇനി അതിൻ്റെ നീഡ്സ് ഫോർ IFRS കൺവേർജൻസ്, ഈ IFRS കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷനാണ്. ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ. ദെൻ ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ ഈസ് ദ ഫിനോമിനൻ ഓഫ് ദ 21st സെഞ്ച്വറി. 21ാമത്തെ നൂറ്റാണ്ടിൽ ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസമായിട്ട് വളർന്നു വരികയാണ്. എല്ലാ രാജ്യങ്ങളും പരസ്പര ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നു. ഒരു രാജ്യം മറ്റു രാജ്യത്ത് നിന്നുള്ള ബിസിനസ്സുകൾ ഏറ്റെടുക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, മെർജിങ് നടക്കുന്നു, അമാൽഗമേഷൻസുകൾ ധാരാളം നടക്കുന്നു. അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഫ്രാഞ്ചൈസികൾ നടക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്ലോബൽ ഫിനോമിനയാണ്. ദെൻ ദ ഓപ്പണിംഗ് അപ്പ് ഓഫ് ഈസ്റ്റ് യൂറോപ്പ് and economies of China and India has accelerated the
ആക്സിലേറ്റർ ഓഫ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ദെൻ കൃത്യമായിട്ട് ഇത്തരം രാജ്യങ്ങളൊക്കെ ചൈനയും ഇന്ത്യയും മറ്റ് യൂറോപ്യൻ കൺട്രികളടക്കം കൃത്യമായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റുകൾ അടക്കം നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ദെൻ ഡൈവേഴ്സിറ്റി ഇൻ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് പ്രാക്ടീസസ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ക്യാപിറ്റൽ ഫ്ലോസ്. ദെൻ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചൊന്നിച്ച് ബിസിനസ്സുകൾ പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്, പല ക്യാപിറ്റൽ മാർക്കറ്റിലും ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റി ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് പ്രാക്ടീസസ്, ഇൻ്റർനാഷണൽ തലത്തിൽ അക്കൗണ്ടിങ് പ്രാക്ടീസസുകളുടെ ഡൈവേഴ്സിറ്റി അഥവാ വ്യത്യസ്തത എന്ന് പറയുന്നത് അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ ക്യാപിറ്റൽ ഫ്ലോസ്, ഈ സ്ഥാപനങ്ങളുടെ ക്യാപിറ്റൽ ഫ്ലോവിനെ തെറ്റായിട്ട് ബാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വ്യത്യസ്ത രാജ്യങ്ങൾ വ്യത്യസ്ത അക്കൗണ്ട്സുകളാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത മെത്തേഡുകൾ ഫോളോ ചെയ്യുമ്പോൾ ഓരോ രാജ്യവും ക്യാപിറ്റലുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ മടിച്ചു പോകും. കാരണം അവർക്ക് അവിടെ ഉണ്ടാക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടുകളെക്കുറിച്ചോ മറ്റു സാമ്പത്തിക വിവരങ്ങളെക്കുറിച്ചോ ഒന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത്. എല്ലാവരും വ്യത്യസ്ത രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്, എല്ലാവരും അവരവരുടെ ലാംഗ്വേജിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ therefore a need for a single set of high quality international accounting standard. നിർബന്ധമായിട്ടും ഒരു ഹൈ ക്വാളിറ്റി ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അത്യാവശ്യമായിട്ട് വന്നു. അതാണ് IFRS. Then uniformity of accounting standards will increase the comparability of the financial statement. അങ്ങനെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കുന്നത് നല്ല ഹൈലി കമ്പയറബിലിറ്റി ഉണ്ടാക്കി എന്നുള്ളതും ഒരു ആവശ്യമാണ്. അങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെ ആവശ്യമാണ്. ദെൻ അത് വന്നതിലൂടെ IFRS വന്നതിലൂടെ അത് സാധ്യമായി എന്നുള്ളതുമാണ്. ദെൻ അടുത്തത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ MNC ആണ്. ദെൻ ഇൻ ദ ഏർലി 1990s 1990-കളിൽ there were an estimated 37 multinational companies with about 1,70,000 affiliates. അഥവാ 37,000 MNCകളും അതിന് 1,70,000 അതിൻ്റെ അഫിലിയേഷനുകളും അഥവാ ഈ MNCയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കമ്പനികളും ഉണ്ടായിരുന്നു. ആൻഡ് ദർ നമ്പർ ഇൻക്രീസ്ഡ് ടു 78,000 വിത്ത് നിയർലി 7,80,000 affiliates by 2006. 2006 78,000 മൾട്ടിനാഷണൽ കമ്പനികളും ഒപ്പം തന്നെ 7,80,000 അതിൻ്റെ അഫിലിയേറ്റഡ് കമ്പനികളും നമ്മുടെ നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. Then MNC will probably the greatest beneficiaries of IFRS convergence. മൾട്ടിനാഷണൽ കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ലഭിച്ചിരുന്നത് എന്നുള്ളതാണ്. ദ പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വുഡ് ബി ഗ്രേറ്റ്ലി സിംപ്ലിഫൈഡ് ഇഫ് സ്റ്റാൻഡേർഡ് എലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് വെയർ പ്രിപ്പയർഡ് ഓൺ എ യൂണിഫോം ബേസിസ്. ഒരു ഏകരൂപത്തിൽ യൂണിഫോമിറ്റിയോടുകൂടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിലൂടെ ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് കൃത്യമായിട്ട് അത് തയ്യാറാക്കാനും അതുപോലെ തന്നെ അത് പിന്തുടരാനും അതിൻ്റെ പ്രൊസീജിയറുകൾ ഫോളോ ചെയ്യാനൊക്കെ സാധിച്ചു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ മൂന്നാമത്തേത് അക്കൗണ്ടിങ് പ്രൊഫഷൻ ആണ്. ദെൻ കൺവേർജൻസ് ഓഫ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് വുഡ് പ്രൊമോട്ട് ദ ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് ദ അക്കൗണ്ടിങ് പ്രൊഫഷൻസ്. അഥവാ നമ്മൾ ഈ IFRSലേക്ക് മാറുന്നതോടുകൂടി കൺവേർജ് ചെയ്യുന്നതോടുകൂടി അവിടെ അക്കൗണ്ടിങ് പ്രാക്ടീസസുകളെ ഇൻ്റർനാഷണലൈസേഷൻ ചെയ്യാണ്. എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അക്കൗണ്ടിങ് പ്രൊഫഷൻസ് ചെയ്യാവുന്നതാണ്. ദെൻ ഈ പ്രൊഫഷൻസിനെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരികയാണ്. ദെൻ കൺവേർജൻസ് ഓഫ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് വിൽ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡഡ് ബൈ കൺട്രീസ് സച്ച് ആസ് ചൈന ആൻഡ് ഇന്ത്യ. ചൈനയും ഇന്ത്യയും അടക്കം ഉള്ള മുഴുവൻ സാമ്പത്തിക രാജ്യങ്ങളും ആ രാജ്യങ്ങൾക്ക് ക്വാളിറ്റി ഓഫ് അക്കൗണ്ടിങ് പ്രാക്ടീസ് ലഭിച്ചു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ ഗവൺമെൻറ് ആൻഡ് റവന്യൂ അതോറിറ്റീസ് എങ്ങനെ നോക്കാം. നാലാമത്തേത് ഇഫ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് വേണ്ട then are converged, the government would find it easier to understand and control them. സിംപ്ലി പറഞ്ഞാൽ ഗവൺമെൻറ്റും അതുപോലെ മറ്റു റവന്യൂ അതോറിറ്റികളൊക്കെ ആണെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് അഡോപ്റ്റിംഗ് IFRS കൊണ്ടുവന്നതിലൂടെയുള്ള ബെനിഫിറ്റാണ്. ഒന്ന് ബെനിഫിറ്റ് ടു എക്കണോമിക്ക് ഇതെങ്ങനെ ബെനിഫിറ്റ് ലഭിച്ചു എന്നുള്ളതാണ്. കൺവേർജൻസ് വിത്ത് IFRS ബെനിഫിറ്റ്സ് ദ എക്കണോമി ബൈ ഇൻക്രീസിങ് ദ ഗ്രോത്ത് ഓഫ് ഇറ്റ്സ് ഗ്ലോബൽ ബിസിനസ്സുകൾ ദെൻ IFRS കൊണ്ടുവരുന്നതിലൂടെ സാധ്യമായി വർദ്ധിച്ചു എന്നുള്ളതും. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മെയ്ഡ് അണ്ടർ IFRS ഈസ് അക്സെപ്റ്റഡ് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൾ ഓവർ ദ വേൾഡ്. മുഴുവൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രത്യേകത തന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസുകൾ ഓൺലൈനായിട്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. രാജ്യത്തിൻ്റെ എവിടെ നിന്നും നമുക്ക് അതിൻ്റെ ഡീലിങ്സ് നടത്താം എന്നുള്ളതാണ്. ദെൻ അതുകൊണ്ട് തന്നെ IFRS വന്നതിലൂടെ ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുള്ള മുഴുവൻ
കമ്പനികളും അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ദിസ് ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ ബിസിനസ്, അത് ഇൻ്റർനാഷണൽ ബിസിനസ് സാധ്യമാക്കി. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ഇൻഡസ്ട്രിയൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രിയലും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റുകൾക്കൊക്കെ ഇത് നന്നായിട്ട് സഹായകമായി എന്നുള്ളതാണ്. രണ്ടാമത്തേത് ബെനഫിറ്റ്സ് ടു ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതാണ്. കൺവേർജൻസ് വിത്ത് IFRS മേക്സ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മോർ റിലയബിൾ, റെലവൻറ്റ്, ടൈംലി ആൻഡ് കമ്പയറബിൾ. നമ്മൾ IFRSുമായിട്ട് കണക്ട് ചെയ്തതോടുകൂടി, കൺവേർജ് ചെയ്തതോടുകൂടി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് മോർ റിലയബിളായി, വിശ്വാസയോഗ്യമായി, റെലവൻറ്റ് ഫാക്ടറായി, ദെൻ അതുപോലെ തന്നെ ടൈംലി ആൻഡ് കമ്പയറബിളുമായി, ടൈംലി നമുക്ക് ലഭിക്കാൻ തുടങ്ങി വിവരങ്ങൾ, അതുപോലെ തന്നെ ടൈംലി അതിൻ്റെ റിപ്പോർട്ടിംഗ് വരാൻ തുടങ്ങി. ദെൻ അതുപോലെ തന്നെ കമ്പയറബിൾ സാധ്യമായി, എല്ലാവരും ഒരേപോലെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കമ്പയറബിൾ സാധ്യമായി. ദെൻ കൺവേർജൻസ് വിത്ത് IFRS ഓൾസോ ഡെവലപ്സ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗ്ലോബലി. ദെൻ ഗ്ലോബലി മുഴുവൻ സ്ഥാപനങ്ങൾക്കും, വേൾഡിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതും ഒരു ബെനിഫിറ്റാണ്. ദെൻ ഇറ്റ് ഓൾസോ ഡെവലപ്സ് ഇൻക്രീസ്ഡ് കോൺഫിഡൻസ് എമംഗ് ദി ഇൻവെസ്റ്റേഴ്സ്. ദെൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ കൃത്യമായിട്ടുള്ളൊരു കോൺഫിഡൻസ് വർദ്ധിച്ചു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് ഏത് കമ്പനികളിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സുതാര്യമായിട്ട് നടത്താനും അതിൻ്റെ വിവരങ്ങൾ സുതാര്യമായിട്ട് മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തേത് ബെനഫിറ്റ്സ് ടു ഇൻഡസ്ട്രീസിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ദെൻ ആസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കംപ്ലൈ വിത്ത് ദ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അഥവാ IFRSുമായിട്ട് കംപ്ലൈ ചെയ്തതോടുകൂടി ദേ വിൽ ബി മോർ ട്രാൻസ്പെറൻറ്റ് ആൻഡ് റിലയബിൾ. പറഞ്ഞു കഴിഞ്ഞു നമ്മൾ മോർ ട്രാൻസ്പെറൻ്റ് ആണ്, റിലയബിൾ ആണ്. ദിസ് ക്രിയേറ്റ്സ് മോർ കോൺഫിഡൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡ്സിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കി. ദിസ് വിൽ ഹെൽപ്പ് ദ ഇൻഡസ്ട്രി ഇൻ വേരിയസ് വേയ്സ്, ലൈക്ക് ഇൻഡസ്ട്രി വുഡ് ബി able to raise capital from markets at a lower cost. Then ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ then helps the industry in various ways, വ്യത്യസ്ത വഴികളിലൂടെ ഇത് ഇൻഡസ്ട്രിയെ സഹായിച്ചിട്ടുണ്ട്. then ഇൻഡസ്ട്രിയുടെ able to raise capital റൈസ് ചെയ്യാൻ സഹായിച്ചു എന്നുള്ളത്. ദെൻ മേക്ക് മാർക്കറ്റ്സ് അറ്റ് എ ലോവർ കോസ്റ്റ്, കുറഞ്ഞ കോസ്റ്റിന് തന്നെ കൃത്യമായിട്ട് നമുക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ സാധിച്ചു. ദ കോസ്റ്റ് ഓഫ് പ്രിപ്പയറിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് റെഡ്യൂസ്ഡ്. ദെൻ എല്ലാവരും ഒരേപോലെയാണ് ചെയ്യുന്നത്, അതിനുകൊണ്ടൊരു ഗ്ലോബൽ ടച്ച് അതിനുണ്ടാവും, അതുപോലെ തന്നെ അതിനൊരു യുണീക്ക്നെസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ തയ്യാറാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ദെൻ നാലാമത്തേത് ബെനിഫിറ്റ്സ് ടു അക്കൗണ്ടിങ് പ്രൊഫഷണൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു അക്കൗണ്ടിങ് പ്രൊഫഷണൽസിന് നല്ല ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത്. ദെൻ കൺവേർജൻസ് ഓഫ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് വുഡ് ഫോസ്റ്റർ ദി ഗ്ലോബലൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രൊഫഷൻസ്. ഗ്ലോബലൈസേഷന് നന്നായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് എന്നുള്ളതും. ദെയർഫോർ അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് ക്യാൻ പ്രൊവൈഡ് ദെയർ സർവീസസ് ത്രൂ ഔട്ട് ദ വേൾഡ്. ഏത് അക്കൗണ്ടിങ് പ്രൊഫഷനും പ്രൊഫഷണലിനും അവർക്ക് അവരുടേതായ കഴിവുകൾ ഗ്ലോബൽ തലത്തിൽ പ്രകടിപ്പിക്കാൻ അതൊരു കാരണമായി എന്നുള്ളതുമാണ്. ദെൻ അഞ്ചാമത്തെ ബെനിഫിറ്റ്സ് ടു ടാക്സ് അതോറിറ്റീസ് ആൻഡ് റിസർച്ചേഴ്സ്. ടാക്സ് അതോറിറ്റീസിനും റിസർച്ചേഴ്സിനും എങ്ങനെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളതാണ്. ദെൻ കൺവേർജൻസ് ഓഫ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് വുഡ് ഫോസ്റ്റർ ദ ഗ്ലോബലൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രൊഫഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ ദെയർഫോർ ദെൻ അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് ക്യാൻ പ്രൊവൈഡ് ദെയർ സർവീസസ് ത്രൂ ദ വേൾഡ്. ദെൻ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റീസിന് കൃത്യമായിട്ട് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ടാക്സുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു ഗവൺമെൻറ് ചാർജസുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് കൃത്യമായിട്ട് സഹായിച്ചു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് Then convergence with IFRS helps in uniformity in reporting to interested groups. Then നല്ല ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സിനൊക്കെ ഒരു യൂണിഫോമിറ്റി പ്രൊവൈഡ് ചെയ്തു. ദെൻ ഒപ്പം തന്നെ ദാറ്റ് ഈസ് പ്രത്യേകിച്ച് ടാക്സ് അതോറിറ്റീസ്, ദെൻ റിസർച്ചേഴ്സ് എറ്റ്സെട്ര ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത് കൃത്യമായിട്ട് സഹായിച്ചു എന്നുള്ളത് കൂടെ അതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്.
ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അഥവാ INDAS. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ച്. ദെൻ വിത്ത് റെസ്പെക്ട് ടു IFRS, ദെൻ IFRSുമായി ബന്ധപ്പെടുത്തി ദർ ആർ 2 ഓപ്ഷൻസ് ബിഫോർ എ കൺട്രി. രാജ്യത്തിന് മുന്നിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ദെൻ 1 ഈസ് ടു അഡോപ്റ്റ് IFRS ആസ് ഇറ്റ് ഈസ്, അഥവാ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് IFRS നമ്മുടെ രാജ്യത്ത് അഡോപ്റ്റ് ചെയ്യുക. ദെൻ ദിസ് ഇസ് നോൺ ആസ് IFRS അഡോപ്ഷൻ. IFRS അഡോപ്ഷൻ എന്നാണ് അതിനെ പറയുക. ദെൻ സെക്കൻഡ് ഈസ് ടു കൺവേർജ് എ കൺട്രീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വിത്ത് IFRS. നിലവിൽ ആ രാജ്യത്ത് തുടർന്ന് പോകുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ IFRSുമായിട്ട് കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ അതിന് IFRS കൺവേർജൻസ് എന്ന് പറയും. ദെൻ വിത്ത് IFRS, ദെൻ ദാറ്റ് ഈസ് ടു മോഡിഫൈ ദ IFRS slightly according to the rules, laws and environment prevailing in the country. ദെൻ ആ രാജ്യത്ത് നിലനിൽക്കുന്ന റൂൾസിൻ്റെയും അതുപോലെ തന്നെ നിയമങ്ങളുടെയും ദെൻ അക്കൗണ്ടിങ് എൻവിയോൺമെൻറ്റിൻ്റെയും പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. ദിസ് ഈസ് നോൺ ആസ് IFRS കൺവേർജൻസ്. ഇതിന് IFRS കൺവേർജൻസ് എന്ന് പറയും. സിംപ്ലി മനസ്സിലാക്കുക, IFRSനെ നേരിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിന് IFRS അഡോപ്ഷൻ എന്നും ദെൻ നിലവിലുള്ള റൂൾസിനെ IFRSലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് IFRS കൺവേർജൻസും എന്നും പറയും. Then India has chosen IFRS convergence. ഇന്ത്യ IFRS കൺവേർജൻസ് ആണ് ചൂസ് ചെയ്തത്, അഥവാ നിലവിലുള്ള ഇന്ത്യയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ IFRSുമായി കണക്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൺവേർജ്ഡ് വിത്ത് IFRS ആർ നോൺ ആസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അഥവാ നിലവിൽ IFRSുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെയാണ് ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് IFRSുമായി കണക്ട് ചെയ്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെയാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ഇന്ത്യ ഈസ് ദ ഇന്ത്യനൈസ്ഡ് വേർഷൻ in short, Indian accounting standard is the Indianized version of International Financial Reporting Standard, were notified by the Ministry of Corporate Affairs on 25th February 2011. 2011 ഫെബ്രുവരി 25 ദെൻ MCAയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഇത് സാധ്യമായത്. ദെൻ അവിടെ എന്താ ചെയ്തത് വെച്ചാൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് ഇന്ത്യനൈസ്ഡ് വേർഷൻ ഓഫ് IFRS. ദെൻ IFRSൻ്റെ ഇന്ത്യനൈസ്ഡ് വേർഷൻ ആക്കി മാറ്റി എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള അക്കൗണ്ടിങ് റൂൾസുകൾ IFRSുമായി കണക്ട് ചെയ്യിപ്പിച്ചു, കൺവേർജ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ദെൻ ഇനി നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ഫോർ ഫോർമുലേഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അഥവാ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ് ഇൻ ഇന്ത്യ എന്ന് പറയും. ദെൻ ഒന്നാമത്തെ ഡിറ്റർമിനേഷൻ ഓഫ് ദി ഏരിയാസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഏതൊക്കെ ഏരിയയിലേക്കാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ആവശ്യമുള്ളത് അത് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക്, ഏതൊക്കെ തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക്, ദെൻ എവിടേക്കുള്ള സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. രണ്ടാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റഡി ഗ്രൂപ്പ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്തുന്നതിന് വേണ്ടി ഒരു സ്റ്റഡി ഗ്രൂപ്പിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ നമ്മൾ തൊട്ട് മുന്നത്തെ പാർട്ടിൽ പറഞ്ഞിരുന്നു. ദെൻ മൂന്നാമത്തേത് ഡയലോഗ് വിത്ത് വേരിയസ് റെപ്രസെൻറ്റേറ്റീവ്സ്. ദെൻ നല്ല ഇൻട്രസ്റ്റഡ് പാർട്ടീസുമായിട്ട് കൃത്യമായിട്ട് കൂടിയാലോചനകൾ, മീറ്റിങ്ങുകൾ നടത്തിയിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിച്ചു വെക്കുക എന്നുള്ളതാണ്. ദെൻ നാലാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് എക്സ്പോഷർ ഡ്രാഫ്റ്റ് അഥവാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് നാലാമത്തേത്. ദെൻ അഞ്ചാമത്തേത് ഇഷ്യൂവൻസ് ഫോർ സർക്കുലേഷൻ ഇഷ്യൂ ചെയ്യുക എന്ന് വെച്ചാൽ നിലവിലുള്ള അക്കൗണ്ടിൽ എത്തി നിൽക്കുന്ന കണ്ടെത്തിയിരിക്കുന്ന പഠനം നടത്തി തയ്യാറാക്കിയിരിക്കുന്ന അക്കൗണ്ടിങ് റൂൾസുകൾ, സ്റ്റാൻഡേർഡുകളൊക്കെ കൃത്യമായിട്ട് പബ്ലിക്കിനെ അറിയിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിൻ്റ് ഉദ്ദേശിക്കുന്നത്. ദെൻ ആറാമത്തെ പോയിൻ്റ് കൺസിഡറേഷൻ ഓഫ് വ്യൂസ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ദ സ്റ്റാൻഡേർഡ്. ദെൻ കൃത്യമായിട്ട് കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതും കൃത്യമായ വ്യൂസുകൾ പരിഗണിച്ചുകൊണ്ട് ദെൻ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ പോയിൻ്റോട് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തേത് മോഡിഫിക്കേഷൻ ഓഫ് പ്രപ്പോസ്ഡ് സ്റ്റാൻഡേർഡ്. നമ്മൾ സ്റ്റാൻഡേർഡ് തയ്യാറാക്കി അത് പബ്ലിക്കിലേക്ക് കൊടുത്തു, കുറേ അഭിപ്രായങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ഇത് കിട്ടുമ്പോൾ നിലവിലുള്ള നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡുകളെ മോഡിഫൈ ചെയ്തുകൊണ്ട് ദെൻ അത് വ്യക്തത വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ റെഡിയാക്കിയെടുത്ത് ഒരു ഓർഡർ വരുത്തുക. അതാണ് വീണ്ടും ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത്. എട്ടാമത്തേത് ഇഷ്യൂവൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ദെൻ എന്നിട്ട് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുക. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ജസ്റ്റ് പോയിന്റുകൾ മനസ്സിലാക്കുക, എക്സ്പ്ലനേഷനും മനസ്സിലാക്കുക. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിനെ കുറിച്ചാണ്. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് വാസ് ഫോർമുലേറ്റഡ് ആസ് എ കോൺസിക്വൻസസ് ഓഫ് ദി സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഓഫ് 1968. 1968 ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. വളരെയധികം ലോകശ്രദ്ധ നേടിയെടുത്ത ഒരു കാര്യമായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് 1968. ദെൻ ഇതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിക്കപ്പെട്ടത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1972. 1968 ക്രാഷ് ഉണ്ടായി, 1972 തന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ്
then it started the independent private sector. Then ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൈവറ്റ് സെക്ടർ ആയിട്ടാണ് രൂപീകരിച്ചത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ബേസ്ഡ് ഇൻ നോർവാർക്ക് കണക്റ്റിക്കട്ട് യു എസ് എയിലെ കണക്റ്റിക്കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അഥവാ നോർവാക്കിലാണ് ഇത് രൂപീകരിച്ചത്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ്. പബ്ലിക് പ്രൈവറ്റ് കമ്പനികൾക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട, അതിനുവേണ്ടിയാണ് ഇവർ പ്രധാനപ്പെട്ട് രൂപീകരിച്ചത്. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഹാസ് 7 ഫുൾ ടൈം മെമ്പേഴ്സ്. 7 ഫുൾ ടൈം മെമ്പേഴ്സാണ് ഇതിലുണ്ടാവുക. ഈച്ച് മെമ്പർ ഹാസ് എ കൺസേൺ ഫോർ ഇൻവെസ്റ്റേഴ്സ്. ഓരോരുത്തരും ഇൻവെസ്റ്റേഴ്സിനെ ബന്ധപ്പെടുത്തിയായിരിക്കും ഉണ്ടാവും. ദെൻ അതർ യൂസേഴ്സിൽ നിന്നുണ്ടാവും. ദെൻ അതുപോലെ പബ്ലിക് ഇൻട്രസ്റ്റ് ആളുകളുണ്ടാവും. ദെൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എന്ത് ചെയ്യുക ആളുകൾ ഉണ്ടാവുക. ദെൻ ദേ ആർ അപ്പോയിൻറ്റഡ് ഫോർ എ 5-year term. ദെൻ 5 വർഷത്തേക്കാണ് അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഫങ്ഷൻസുകളാണ് പറയുന്നത്. ഒന്നാമത്തേത് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഇംപ്രൂവ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അഥവാ ഗ്യാപ്പ് എന്ന് പറയും, നമുക്കറിയുന്നതാണ്. ദെൻ വിത്തിൻ USA ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ദെൻ USA ബേസ് ചെയ്തിട്ടാണ് ഇത് രൂപീകരിച്ചത് നമുക്കറിയാം. ദെൻ അതുകൊണ്ട് തന്നെ എസ്റ്റാബ്ലിഷ് ആൻഡ് ഇംപ്രൂവ് ഗ്യാപ്പ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ പ്രിൻസിപ്പിൾസിനെ ദെൻ കൃത്യമായിട്ട് അത് രൂപീകരിക്കുകയും ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് USA ബേസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തേത് ടു പ്രൊവൈഡ് റിസർച്ച് ഫൈൻഡിങ്സ് ഓൺ ഇഷ്യൂസ് റിഗാർഡിംഗ് ഫ്രം ദി കൺസോളിഡേഷൻ ഓഫ് സബ്സിഡിയറീസ് ടു പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്. ദെൻ കൃത്യമായിട്ട് റിസർച്ചുകൾ നടത്തുക. ദെൻ അതുപോലെ തന്നെ പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പഠനം നടത്തുക എന്നുള്ളത് കൂടിയാണ്. ദെൻ മൂന്നാമത്തേത് ടു പ്രിപ്പയർ റിസർച്ച് പ്രോജക്റ്റ് ഡിസ്കഷൻ മെമ്മോറാണ്ടം, ദെൻ പബ്ലിക് ഹിയറിങ്സുകൾ, ദെൻ കമൻസ് ലെറ്റേഴ്സ് ആൻഡ് പ്രൊപ്പോസൽ ഡ്രാഫ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. നാലാമത്തേത് ടു പ്രൊപ്പഗേറ്റ് ദ പ്രൊണൗൺസ്മെൻറ്റ് ഓഫ് വേരിയസ് ഗവൺമെൻറ് ഏജൻസീസ് ആൻഡ് പ്രൊഫഷണൽ ബോഡീസ്. ദെൻ വ്യത്യസ്ത പ്രൊഫഷണൽ ബോഡീസിൻ്റെയും ഗവൺമെൻറ് ഏജൻസികളുടെയും ഒക്കെ പ്രഖ്യാപനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ പഠന റിപ്പോർട്ടുകൾ, ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ദെൻ വ്യാപിപ്പിക്കുക. പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ദെൻ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ജനറൽ ഡിഫറൻസ് ബിറ്റ്വീൻ IFRS ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. മോസ്റ്റ്ലി ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കൂടിയാണ് യൂണിവേഴ്സിറ്റി എക്സാമുകളിലൊക്കെ. ദെൻ ജനറൽ ഡിഫറൻസ് ബിറ്റ്വീൻ IFRS ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഒന്നാമത്തെ പോയിന്റ്, IFRS ഈസ് ബേസ്ഡ് ഓൺ ഫെയർ വാല്യൂ കൺസെപ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പാർട്ടിൽ, ഇതിന് തൊട്ട് മുന്നത്തെ പാർട്ടിൽ, IFRS എന്ന് പറയുന്ന ഒരു ഫെയർ വാല്യൂ കോൺസെപ്റ്റ് ആണ്. Then but Indian accounting standard are based on historical കോസ്റ്റ് എന്നുള്ളത് മാത്രം എടുക്കുക. ദെൻ അത് ഒരു മിസ്റ്റേക്കാണ്. ദെൻ സ്റ്റാൻഡേർഡ് ആർ ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ദെൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പോകുന്നത്. ദെൻ രണ്ടാമത്തേത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അണ്ടർ IFRSൻ്റെ കീഴിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിഫർ ഇൻ ഫ്രം ആൻഡ് സബ്സ്റ്റാൻസ്. ഓരോന്നിനും വ്യത്യാസമുണ്ട്. ദെൻ അതാണ് അവിടെ പറയുന്നത്. ദെൻ ഓരോന്നിനും അതിൻ്റേതായ വ്യത്യാസങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അവിടെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ദെൻ മൂന്നാമത്തേത് അണ്ടർ IFRS past errors are incorporated in the accounts of the years it pertaining to, even if audited and adopted by shareholders. Then IFRSൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ തൊട്ട് മുന്നത്തെ അക്കൗണ്ടുകളിലെ വിവരങ്ങളൊക്കെ, തൊട്ട് മുന്നത്തെ എമൗണ്ടുകളൊക്കെ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പ്രീവിയസ് ഇയറിലെ എമൗണ്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ദെൻ ഈ പ്രീവിയസ് ഇയർ രേഖപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ എറേഴ്സുകൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. ദെൻ ഈവൻ ഇഫ് ഓഡിറ്റഡ് ആൻഡ് അഡോപ്റ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്, ദെൻ ഓഡിറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് ഷെയർ ഹോൾഡേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ദെൻ ബട്ട് ദീസ് ആർ ട്രീറ്റഡ് ആസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ കറണ്ട് ഇയർ അണ്ടർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ഇത് കൃത്യമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. നാലാമത്തേത് ഡിപ്രീസിയേഷൻ ഓൺ റീവാല്യൂഡ് അസറ്റ്സ് നീഡ് ടു ബി റൂട്ടഡ് ത്രൂ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ IFRS. ഡിപ്രീസിയേഷനോ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ IFRSൻ്റെ പരിധിയിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ബട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഡിസ്അലൗ സച്ച് ട്രീറ്റ്മെൻറ്റ്. ദെൻ ഇന്ത്യൻ അക്കൗണ്ട് സ്റ്റാൻഡേർഡ് പ്രകാരം അത്തരം ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നില്ല.
ദെൻ ഇപ്പോൾ അതുണ്ട് എന്നുള്ളതാണ്. ദെൻ അഞ്ചാമത്തേത് സെർട്ടൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓഫർ അക്കൗണ്ടിങ് പോളിസീസ് ചോയ്സസ്. ദെൻ ചില ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ദെൻ അക്കൗണ്ടിങ് പോളിസികൾ അഡോപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാനുള്ള ചോയ്സ് കൊടുത്തിരുന്നു. ദീസ് ആർ നോട്ട് അവൈലബിൾ അണ്ടർ IFRS അത് ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. ദെൻ എക്സാമ്പിൾ യൂസ് ഓഫ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ഇൻ അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷനിൽ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് സാധ്യമായിരുന്നു അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് മെത്തേഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ ആറാമത്തേത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിഫൈൻസ് അസെറ്റ്സ് ബൈ ക്ലാസസ് വിച്ച് ക്യാൻ റേറ്റ്സ്. ദെൻ വേറാസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ അസറ്റുകൾ കൃത്യമായിട്ട് റേറ്റ് സഹിതം നമുക്ക് ഡിസ്ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ദെൻ വേറാസ് IFRS പ്രൊമോട്ട്സ് ദ കൺസെപ്റ്റ് ഓഫ് കോമ്പോണൻസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ബേസ്ഡ് ഓൺ ദെയർ യൂസ്ഫുൾനെസ്. ദെൻ IFRSൽ ഫിക്സഡ് അസറ്റ് കൃത്യമായിട്ട് അതിൻ്റെ കോമ്പോണൻസുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ഒപ്പം തന്നെ അതിൻ്റെ യൂസ്ഫുൾനെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ഏഴാമത്തേത് അണ്ടർ IFRS പ്രയർ പീരീഡ് ഐറ്റംസ് വിൽ ബി ഗിവൺ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇൻ ഓപ്പണിംഗ് ഇക്വിറ്റി. ദെൻ അത് IFRSലെ മുഴുവൻ ഈ ഓപ്പണിംഗ് ഇക്വിറ്റികൾ അടക്കമുള്ള കാര്യങ്ങൾ ദെൻ കൃത്യമായിട്ട് വ്യക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ അണ്ടർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇറ്റ് ഈസ് നോട്ട് സോ. ദെൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല. ദെൻ എട്ടാമത്തേത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഈസ് നോട്ട് റിക്വയർഡ് ടു ബി റിഫ്ലക്റ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിരുന്നില്ല, കൃത്യമായിട്ട് വ്യക്തമാക്കുന്നില്ല IFRSൽ. ബട്ട് ഇൻ ദിസ് റിക്വയർഡ് ടു ബി റിഫ്ലക്റ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിരുന്നു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ. ദെൻ ഒൻപതാമത്തേത് അണ്ടർ IFRS പ്രൊവിഷൻസ് മെയ്ഡ് ഫോർ ഡിസ്മാൻറ്റിലിംഗ് ഓഫ് അസറ്റ്സ് or for site closure can be capitalized. IFRSൻ്റെ പരിധിയിൽ പ്രൊവിഷൻസ് മെയ്ഡ് ഫോർ ഡിസ്മാൻഡിലിംഗ് ഓഫ് അസറ്റുകൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ സൈറ്റ് ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്യാൻ ബി ക്യാപിറ്റലൈസ്ഡ്, അത് ക്യാപിറ്റലൈസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമായിരുന്നു. ദെൻ ബട്ട് അണ്ടർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇസ് കാനോട്ട് ബി ക്യാപിറ്റലൈസ്ഡ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ അതിൽ ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല. ദെൻ പത്താമത്തേത് അണ്ടർ IFRS EPS അഥവാ ഏണിംഗ് പെർ ഷെയർ ഹാസ് ടു ബി ഡിസ്ക്ലോസ്ഡ് സെപ്പറേറ്റ്ലി ഫോർ കണ്ടിന്യൂയിങ് ആൻഡ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. ദെൻ IFRSൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദെൻ ഏണിംഗ് പെർ ഷെയർ കൃത്യമായിട്ട് കണ്ടിന്യൂയിങ് ആക്ടിവിറ്റി ഡിസ്കണ്ടിന്യൂയിങ് ആക്ടിവിറ്റി ഇങ്ങനെ തരംതിരിച്ച് തന്നെ വ്യക്തമാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ദെൻ ദിസ് ഈസ് നോട്ട് റിക്വയർഡ് അണ്ടർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഇത് കൃത്യമായിട്ട് പറയുന്നില്ല. ദെൻ 11ാമത്തേത് the terminologies used in IFRS and Indian accounting standards are different. IFRSലും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലും ഉപയോഗിക്കുന്ന ടേമുകളൊക്കെ വ്യത്യസ്തമായിരുന്നു. ദെൻ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം അണ്ടർ IFRS, ദെൻ IFRSൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം എന്നുള്ളത് ദ ടേം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് യൂസ്ഡ് ഇൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ IFRSൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ സിമിലർലി അതുപോലെ തന്നെ ഇൻ പ്ലേസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അണ്ടർ IFRSൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ദെൻ ദ ടേം ബാലൻസ് ഷീറ്റ് യൂസ്ഡ് ഇൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്നായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ IFRS കൊണ്ടുവന്നതോടുകൂടി ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നാണ് ബാലൻസ് ഷീറ്റുകൾക്ക് പേര് പറയുന്നത്. ദെൻ 12ാമത്തെ അണ്ടർ IFRS ഓർ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് അസർട്ടൈൻഡ് ബൈ പ്രിപ്പയറിംഗ് എയ്തർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. ദെൻ ഓൺലി വൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരുന്നു അവിടെ പ്രിപ്പയർ ചെയ്തിരുന്നത്. എന്നാൽ ഓർ ബൈ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അതർ കോംപ്രഹെൻസീവ് ഇൻകം, ദെൻ ഇങ്ങനെ 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും പ്രിപ്പയർ ചെയ്തിരുന്നു. എന്നാൽ അണ്ടർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് അസർട്ടൈൻഡ് ബൈ പ്രിപ്പയറിംഗ് ഓൺലി വൺ സ്റ്റേറ്റ്മെൻറ്റ്, നെയിമിലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ബട്ട് ഇൻ 2 സെക്ഷൻ, അത് 2 സെക്ഷനായിട്ടായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. ദെൻ അഥവാ കോംപ്രഹെൻസീവ് ഇൻകം കൂടി 2 സെക്ഷനായിട്ടായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. 13ാമത്തേത് അണ്ടർ IFRS or International Accounting Standard, the effect of change in the accounting policies.
അക്കൗണ്ടിങ് പോളിസീസിൽ വരുന്ന ചേഞ്ചസുകളുടെ എഫക്റ്റ് അഥവാ ചേഞ്ചസുകൾ. ദെൻ വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഈസ് ടു ബി അക്കൗണ്ടഡ് എന്ന് വെച്ചാൽ മുൻകാലത്ത് നടന്നിരുന്ന കാര്യങ്ങളടക്കം കൃത്യമായിട്ട് വ്യക്തമാക്കി പറയണം. ആൻഡ് ഫോർ ദ സെയിം റീസൺ ആൻഡ് ദ കോംപ്രഹെൻസീവ് സെയിം റീസൺ ആൻഡ് ഫോർ ദ സെയിം റീസൺ അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങളും ദ കോംപ്രഹെൻസീവ് ഫിഗേഴ്സ് ആർ ടു ബി റെസ്ട്രിക്റ്റഡ്. ദെൻ കൃത്യമായിട്ട് മുൻകാലത്തിലുണ്ടായിരുന്ന ഫിഗേഴ്സുകളും അതിൻ്റെ ചേഞ്ചസുകളും കൃത്യമായിട്ട് വ്യക്തമാക്കണം എന്നുള്ളതാണ്. If the effect cannot be presented in the previous period figures, then previous periodലെ ഫിഗേഴ്സുകൾ പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ then the adjustment is shown in the opening retained earnings. then opening retained earningsിൽ കൃത്യമായിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വ്യക്തമാക്കണമായിരുന്നു. Then but under the Indian accounting standard the effect of changes in accounting policies is to be included in the income statement of the year in which the change has been effected. The Indian accounting standard അക്കൗണ്ടിങ് പോളിസികളുടെ ചേഞ്ചസുകൾ കൃത്യമായിട്ടും ഏത് വർഷമാണോ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത് ആ വർഷം തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. ദെൻ പ്രീവിയസ് ഇയറിൻ്റേത് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ദെൻ വിച്ച് ആർ ചേഞ്ചസ് ഹാസ് ബീൻ എഫക്റ്റഡ്. ദെൻ ഇൻ അഡീഷൻ ദി ഇമ്പാക്ട് ഓഫ് ചേഞ്ച് in to be indicated specifically. Then 14ാമത്തേത് under IFRS then unrecognized possible losses and probable gains are to be disclosed. then unrecognized ആയിട്ടുള്ള ലോസുകൾ അതുപോലെ തന്നെ പോസിബിൾ ലോസസുകളും ഗെയിൻസുകളൊക്കെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. then but under Indian accounting standard then if the probability of occurrence is removed then ലോസുകളൊക്കെ സംഭവിക്കാനുള്ളതൊക്കെ കൃത്യമായിട്ട് റിമൂവ് ചെയ്യും. then the contingencies are not to be disclosed. അവിടെ contingent asset contingent liability അങ്ങനെയൊന്നും ഇല്ല. then if the probability of occurrence is not removed then the contingent liabilities are to be disclosed based on the probability of outflow. then contingent gains are neither recognized nor disclosed. 1 മുതൽ 4 വരെയുള്ള പാർട്ടുകളിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതും അതിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ അഡ്വാൻറ്റേജസുകൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഇതൊരു പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്. അതുപോലെ തന്നെ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്. പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എലമെൻറ്റുകളും അതിൻ്റെ റെക്കഗ്നിഷനുകളും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ദെൻ ഒപ്പം തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസൻറ്റേഷനും ജനറൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. വളരെ പഠനാർഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ കുറച്ച് ലോങ് ആയതുകൊണ്ടാണ് നമ്മൾ 4 പാർട്ടിലായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ 1, 2, 3 പാർട്ടുകൾ കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും അത് മുഴുവനായിട്ടും കാണണം. സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും വാട്സപ്പ് നമ്പറിലും ചോദിക്കാവുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തി പഠന വിഷയങ്ങളിൽ നന്നായിട്ട് ഉത്സാഹിക്കണമെന്നും ഓർമ്മപ്പെടുത്തി. താങ്ക് യു.